എല്ലാവരും പണിയെല്ലാം ഒരുങ്ങിയായിരിക്കുമല്ലേ? എൻ്റെ പണിയൊന്നും ഒരുങ്ങിയില്ല. ഞാൻ ഇന്ന് കുറച്ച് സമയം വീഡിയോന് വേണ്ടി ഇരുന്നു. അങ്ങനെ നേരം പോയി. പിന്നെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാത്രം തേച്ച് കഴുകാൻ വന്നേരാന്ന് എനിക്ക് തോന്നിയ ഒരു കഷ്ണം പച്ചമാങ്ങ മുറിച്ച് തിന്നാലോന്ന്. പച്ചമാങ്ങ എനിക്ക് കിട്ടൂലേ, ഇന്നലെ ഒന്ന് പറിച്ചതാന്ന്. കഴിഞ്ഞു, മാങ്ങയെല്ലാം കഴിഞ്ഞു. അന്നേരം പിന്നെ ഒരു കഷ്ണം ഈ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഈ പച്ചമാങ്ങയിൽ ഒരു കഷ്ണം വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസം തന്നെയാണ്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ കിട്ടണം എന്ന് വിചാരിച്ചാൽ കിട്ടാത്ത സാധനം ഇത്. പിന്നെ അതുകൊണ്ട് ഒന്ന് മുറിച്ചിട്ട് തിന്നേക്കാം. അതിൻ്റെ നടുക്ക് പാത്രമെല്ലാം കഴുകാം. ഒരു കഷ്ണം ചക്കയുണ്ട്, അത് മുറിച്ചിടണം. അങ്ങനെയെല്ലാം വിചാരിച്ച് നിൽക്കലാം. ഇത് മുറിച്ചിട്ട് പ്ലേറ്റിലാടി ഇട്ടാൽ ഇത് തിന്നലും നടക്കും, പണിയും നടക്കും. ശരിയല്ലേ? പച്ചമാങ്ങയിൽ എപ്പം തിന്നാൻ കിട്ടൂല. ഇത് കുറച്ച് മൂത്ത മാങ്ങയാ, നല്ല രസം ഉണ്ടാവും കാണാൻ. കാണാൻ തന്നെ കുറച്ച് ചുവപ്പുണ്ട്, അതുകൊണ്ട് തിന്നാൻ രസം ഉണ്ടാവും. ഇങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ നടുക്ക് കുറച്ച് മാങ്ങയെല്ലാം മുറിച്ച് തിന്നുകൊണ്ട് പാത്രം കഴുകണം. മീൻ ഒരു കഷ്ണം പൊരിക്കാനുണ്ട്. ചോറായി. എന്നാ പിന്നെ തിന്നാൻ തുടങ്ങട്ടെ. ആഹാ, നമ്മള് കുറച്ച് സമയം ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയെല്ലാം ബാക്കിയാവും. എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉഷാറായിട്ട് എടുക്കും. മാങ്ങും പാലിട്ടിട്ട് അങ്ങനെ പറയണ്ടല്ല. എല്ലാരും ചോറും കറിയിലായിട്ട് ഇരിക്കലായിരിക്കും. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഓരോന്ന് പറഞ്ഞു വെക്കുമ്പോ ആള് ഇവിടെ അടുത്ത റോഡാണ്. റോഡ് മുട്ട പോകുമ്പോ നീ ആരോടാണ് പറയുന്നതെന്ന് ചോദിക്കും. ആരോട് പറയാ? ഞാൻ പറയും ഞാൻ വീഡിയോ എടുക്കലാന്ന്. എന്നാ എടുത്തോന്ന് അപ്പാട് അങ്ങോട്ട് പോകും. ചോറ് രാവിലെ ആക്കിന്. ചായ എളുപ്പം തന്നെ ചോറ് വെച്ചോണ്ട് ആ പണി വേഗം ഒരുങ്ങി. എനിക്കറിയാൻ ആക്കണ്ടോ? നല്ല വേഗം ആവുപ്പ. നമ്മൾ എടുക്കാൻ വിചാരിച്ച പണി വേഗം ഒരുങ്ങും. ഇങ്ങനെ നാട്ടി കഴിഞ്ഞാല് പണി ഒരുങ്ങൂല. പണിയെടുക്കാൻ വിചാരിച്ചാൽ അത്ര വേഗം ഇടക്കിടക്ക് ഫോണും നോക്കി അങ്ങനെ ഇങ്ങനെയെല്ലാം ആവുമ്പോ പണി ഒരുങ്ങൂല, ഒന്നും ഒരുങ്ങൂല. അങ്ങനെ തന്നെ തിന്നല് വന്നേരം. എടുക്കുന്ന പണി വേഗവും വൃത്തിയിൽ കൊടുക്കാൻ പഠിക്കണം. അത് നമ്മൾ ചെയ്യണ്ടേ. എന്നാൽ നമുക്ക് അത്രയും സമയം വേണ്ടു. ഇനിയിപ്പോ നാളെ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് പണി തുടങ്ങും. പണി തുടങ്ങിയാ പിന്നെ ഭയങ്കര പണിയായിരിക്കും. ഒരു പണിയെടുക്കുക, മാങ്ങ തിന്നുക. ഇത് ഇത്താടെ പാത്രമാണ്. നമുക്ക് ചായയുടെ കടിയൊന്നും കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ വെച്ചെടുത്താവും. അതിൻ്റെ അതെടുക്കുക. അത് കഴിഞ്ഞു, പാത്രം പഠിച്ചു കഴിഞ്ഞു.
ഇതിൻ്റെ നടുക്കിന് ഒരു പണിയുണ്ട്. ചക്കയുണ്ട്. നമുക്ക് മറ്റുള്ള സാധനം എപ്പം പൊരിയെന്ന് വാങ്ങാൻ കിട്ടും. ചക്കയും മാങ്ങി എപ്പം കിട്ടും. ആ ഒരു സീസണിലല്ലേ കിട്ടൂലൂ. അന്നേരം പിന്നെ നമ്മൾ അത് പരമാവധി മുതലാക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ചക്ക പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചക്കയെന്നുള്ള സമയം എനിക്ക് ഒന്നും വാങ്ങൂല. എന്ന് ബിസ്ക്കറ്റൊന്നും അല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കണ്ട, വേണ്ടായിട്ടാണ്. ചായൻ്റെ കടികൾ തന്നെ അങ്ങനെ ഒന്നും വാങ്ങില്ല. മാങ്ങയും ചക്കയും എല്ലാം തിന്നിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും. ആ ചക്കയും മാങ്ങയെല്ലാം തിന്നുന്ന സമയം ഭയങ്കര ഉഷാറും തടിയും നല്ലതായിരിക്കും. നമ്മളെ പീടികയിൽ വാങ്ങി തിന്ന പോലെയല്ല, അതൊരു പ്രത്യേക തരാണ്. പിന്നെ ഇപ്പം ഞാൻ മാങ്ങയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നലെ തൊട്ടിട്ട് ഇങ്ങനെ കുറച്ച് സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ റൊട്ടി, ബാക്കി മിക്സ്ചർ, കേക്ക് അങ്ങനത്തെ എല്ലാം വാങ്ങി വെക്കും. ഇതൊന്നും ഉള്ള സമയം ഒന്നും വാങ്ങി വെക്കൂല. കാരണം വേണ്ടായിട്ട്. വേണമെങ്കിൽ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൈയോടെ ചോദിക്കണ്ടു. അതുകൊണ്ട് അതൊന്നും വിഷമില്ല. അങ്ങനെ ചക്ക പാണ്ടയാക്കി കഴിയാറായിട്ടുണ്ട്. ഈ ചക്ക ഇത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇത് ചെത്താനും കൊത്താനും മടിച്ചിട്ട് ആൾക്കാർ പ്ലാവിൽ ചക്ക നിന്നിട്ട് കെട്ടുപോയാലും വെക്കുകയും ചെയ്യില്ല, തിന്നുകയും ചെയ്യില്ല. നമ്മളങ്ങനെയല്ല. നമുക്കിത് എന്ത് പണിയെടുത്താൽ നമ്മൾ പണ്ടേ ശീലിച്ച, നമ്മളെ അച്ഛനും അമ്മയെല്ലാം നമ്മളെ പണ്ടേ പഠിപ്പിച്ചാണ്. ഇങ്ങനെ അവർ ചക്ക മുറിച്ചിടുമ്പോൾ അവർ ചെത്തിയിട്ട് കൊത്തിയിട്ടെല്ലാം തരും. നമ്മളന്നേരം ഇത് ഇന്നെന്നാണെന്ന് ഇങ്ങനത്തെ ഒരു പാട് ഫ്രിഡ്ജിൽ വെച്ചിന്. അതുകൊണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്നും കളിക്കില്ല ചക്ക കുത്തുമ്പോൾ. പിന്നെ എന്നിട്ട് അവർ മുറത്തിൽ ഇങ്ങനെ ആക്കി തരും, നമ്മൾ വൃത്തിയാക്കും. അങ്ങനെയെല്ലാം ശീലിച്ച് അതല്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിലെല്ലാം ശീലിച്ചതുപോലെ ഇരിക്കും. നമ്മൾ പണിയൊന്നും എടുക്കാണ്ട് ഇങ്ങനെ അനങ്ങാൻ പഠിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ മടി തന്നെയായിരിക്കും. നമുക്ക് കയ്യിൽ നിന്ന് പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മടിയും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ശീലിക്കും. അങ്ങനെ ചക്ക പാണ്ട അടുത്തി കഴിഞ്ഞു. ഇനി ഇരിഞ്ഞിടണം. അപ്പൊ ഞാൻ ഇരിഞ്ഞിട്ടിട്ട് കാണിച്ചു തരാം. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി, ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. ചക്ക ഇരിഞ്ഞിട്ട് കഴിഞ്ഞു. എത്ര വേഗമല്ലേ ചക്ക ഇരിഞ്ഞിട്ട്. ഇങ്ങനെ ചക്ക ഇരിഞ്ഞിട്ട് കുറച്ച് പണിയെല്ലാം ഒരുങ്ങുമ്പോഴേക്കും ഒരു മാങ്ങയും തീർത്ത് തിന്നിട്ട് പുളിയില്ല.